വെരിക്കോസ് വെയിൻ സ്ത്രീകളെയാണ് പുരുഷന്മാരെക്കാൾ അഫക്റ്റ് ചെയ്യാറ്. പലവിധ ഹോർമോണൽ ഇഷ്യൂസ്, പ്രഗ്നൻസി, അതുപോലെ തന്നെ ഒത്തിരി നേരം അടുക്കളയിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർ സ്ത്രീകളാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ പുരുഷന്മാരെക്കാളും സ്ത്രീകളാണ് ക്ലിനിക്കിൽ വെരിക്കോസ് വെയിൻ ആയിട്ട് വരാറുള്ളത്. ഈ വൈകുന്നേര സമയങ്ങളിൽ കാലിന് ഭയങ്കര വേദന, ഭയങ്കര കഴുപ്പ്, അതുപോലെ തന്നെ കാലിൻ്റെ പിൻവശത്ത് കൂടി വെയിൻസ് തടിച്ചുരുണ്ട് പൊങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയൊക്കെ ആളുകൾ പറയാറുണ്ട്. ഹൃദയത്തിൽ നിന്ന് കാലിലേക്ക് രക്തം വരും. ഇത് തിരിച്ച് വെയിൻസിലൂടെ ഗ്രാവിറ്റി ഒപ്പോസ് ചെയ്ത് തിരിച്ച് മുകളിലോട്ട് തന്നെ പോകണം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വെരിക്കോസ് വെയിനുള്ള ആളുകൾക്ക് പലവിധ ഒബ്സ്ട്രക്ഷനും കാര്യങ്ങളും കൊണ്ട് ഇത് മുകളിലോട്ട് പോകാതെ സ്ലിപ്പായി അവിടെ തന്നെ കിടക്കും. അവിടെ തന്നെ കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശുദ്ധീകരിക്കപ്പെടാതെ അവിടെ തന്നെ കിടക്കും. കാലക്രമേണ ഇത് നോക്കാതെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചൊറിച്ചിലായിട്ടും പൊട്ടലായിട്ടും ബ്ലീഡിംഗ് ആയിട്ടും പിന്നെ അതൊരു വെരിക്കോസ് അൾസറായിട്ടൊക്കെ മാറാനുള്ള സാധ്യതകളുണ്ട്. ഇതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒത്തിരി യൂട്യൂബിലും കാര്യത്തിലൊക്കെ അവൈലബിൾ ആണ്. അവിടെയുള്ള മസിലിൻ്റെ സ്ട്രെങ്തനിങ് എക്സസൈസുകളുണ്ട്. ഈ എക്സസൈസുകൾ ചെയ്തിട്ട് വെരിക്കോസ് വെയിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് തുടക്കത്തിലേ നമ്മൾ ചെയ്യേണ്ട കാര്യം.